ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPLന്റെ കലാശപ്പോര് ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അരങ്ങൊരുങ്ങുകയാണ്. ഇന്ന് ചരിത്ര ദിവസമാണെന്ന് പറയേണ്ടി വരും. കാരണം IPL ചരിത്രത്തിൽ ഇതുവരെ കിരീടം നേടാൻ സാധിക്കാത്ത ഒരു ടീം ഇന്ന് കിരീടം നേടാൻ പോകുന്നു. അതിന്റെ ആകാംക്ഷയിലും ത്രില്ലിലുമൊക്കെയാണ് ക്രിക്കറ്റ് പ്രേമികളുമുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 17 വർഷങ്ങളായി ഒരു കിരീടത്തിനായി തുടരുന്ന കാത്തിരിപ്പ് ഇത്തവണ അവസാനിപ്പിക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ RCBയുടെ ഒരു പ്രധാനപ്പെട്ട ടീം ന്യൂസിലേക്ക് വരികയാണെങ്കിൽ, ടിം ഡേവിഡ് ഇന്ന് കളിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം ഇന്നലെ ക്യാപ്റ്റൻ രജിത് പട്ടിദാറിനോട് പ്രസ് കോൺഫറൻസിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം RCB ഫിനിഷർ റോളിൽ ഉപയോഗപ്പെടുത്തുന്ന അവരുടെ ടിം ഡേവിഡ് ഇന്ന് ഫൈനലിലും കളിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇന്നലത്തെ പ്രാക്ടീസ് സെഷനിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നുള്ള വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് അല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ലിയാം ലിവിങ്സ്റ്റൺ തന്നെ ഇന്ന് ഫൈനലിലും കളിക്കും RCBക്ക് വേണ്ടി. തീർച്ചയായിട്ടും ലിയാം ലിവിങ്സ്റ്റൺ ഇന്ന് ഫോം കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, RCBയും PBKസും തമ്മിലുള്ള ഈ ഒരു മത്സരം നടക്കുന്നത് MIയും PBKസും തമ്മിലുള്ള ക്വാളിഫയർ 2 നടന്ന അതേ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. സോ ഇന്നും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല. കാരണം 120 മിനിറ്റ് എക്സ്ട്രാ ടൈമായിട്ട് അനുവദിക്കപ്പെട്ടിട്ടുമുണ്ട്. മാത്രവുമല്ല, ചെറിയ തോതിലുള്ള മഴയാണെങ്കിൽ പ്രശ്നമുണ്ടാവില്ല എന്ന് തന്നെയാണ് കരുതുന്നതും. പക്ഷേ ഇൻ കേസ് ഇന്ന് കനത്ത മഴയെ തുടർന്ന് മത്സരം നടത്താൻ യാതൊരു വിധേനയും സാധിക്കുന്നില്ലെങ്കിൽ നിരാശപ്പെടാനുമില്ല. കാരണം ഒരു ദിവസം റിസർവ് ഡേ ആയിട്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ ആയിരിക്കും ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത്. പക്ഷെ നാളെയും കനത്ത മഴ തന്നെ വില്ലനായി വരികയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവും. പിന്നീട് ലീഗ് സ്റ്റേജിൽ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത പഞ്ചാബ് കിങ്സിനായിരിക്കും ആ ഒരു കിരീട ജേതാക്കളായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നതും. ഇതൊക്കെ 0.0002% സാധ്യതയുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഫൈനൽ നടക്കുമെന്നും കിടിലൻ പ്രകടനം നടത്തിക്കൊണ്ട് ആര് ജേതാക്കളായി മാറുമെന്നും കാത്തിരുന്നത് കാണാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.